ബംഗാൾ മുർഷിദാബാദ് കലാപം ആളിക്കത്തുകയാണ്. ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ച് കൊലപ്പെടുത്തി നാട് കടത്തുന്ന സംവിധാനം. ഹിന്ദു ന്യൂനപക്ഷമാകുന്നിടത്ത് മതേതരത്വം അവസാനിക്കുന്നു എന്ന് യുവരാജ് ഗോകുൽ പറയുന്നത് വളരെ ശരിയായി മാറുന്ന അവസ്ഥയാണ് ബംഗാളിൽ കാണുന്നത്. അതായത് ബംഗാളിലെ ഹിന്ദുക്കളെയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുമ്പോൾ മമതാ ബാനർജി കയ്യും കെട്ടി നോക്കി നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആര് കലാപം നടത്തിയാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കും, സമാധാനപരമായ കലാപത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളത്. എന്ത് പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്? പ്രശ്നങ്ങൾ പരിഹരിച്ചതിന്റെ പേരിലാണ് ബംഗാളിലെ മുർഷിദാബാദിൽ ഇത്തരം കലാപങ്ങൾ അഴിഞ്ഞാടുന്നത് എന്നുള്ളതാണ്. വഖഫ് ഭേദഗതി ബിൽ കേന്ദ്രം കൊണ്ടുവന്നു, രാഷ്ട്രപതി ഒപ്പിട്ടത് നിയമമാക്കി. ഒരുപാട് പേരുടെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയ ഒരു ബില്ലിനെതിരെ കലാപം നടക്കുകയാണ് ബംഗാളിൽ. എങ്ങനെയാണ് ഈ കലാപം നടക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ചോദ്യമാണ്. ഇപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടി. SDPIക്ക് ഈ കലാപത്തിൽ പ്രധാന പങ്കുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ കർഷക സമരത്തിന്റെ മറവിൽ PFI ഇന്ത്യയിൽ അഴിഞ്ഞാടിയതുപോലെയാണോ പശ്ചിമ ബംഗാളിൽ SDPI പിന്നിൽ നിന്നുകൊണ്ട് കലാപഭൂമിയാക്കി പശ്ചിമ ബംഗാളിനെ മാറ്റാൻ പ്രവർത്തിക്കുന്നത് എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. 24 മണിക്കൂറിന്റെ സമയം തരാം, അതിനിടയ്ക്ക് കലാപത്തെ ഇല്ലാതാക്കണം എന്ന് അമിത്ഷാ താക്കീത് നൽകിയതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കേന്ദ്ര സേനയെ വരെ വിന്യസിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്ത ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും ട്രെയിനുകൾക്ക് തീയിടുന്നു, ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, വീട്ടിൽ കയറി ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, കാണുന്ന ഹിന്ദുക്കളെയെല്ലാം അടിച്ച് വലിയ രീതിയിൽ ചതച്ചില്ലാതാക്കുന്നു. മമതാ ബാനർജി ഇതൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി ആര് തമ്മിൽ തല്ലി ചത്താലും കുഴപ്പമില്ല, തനിക്ക് വോട്ട് കിട്ടണം. നരേന്ദ്രമോദിയുടെ വിരുദ്ധത, BJP വിരുദ്ധത ഒക്കെ മനസ്സിൽ വച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മമതാ ബാനർജിക്ക് ഉള്ളത്. മുർഷിദാബാദിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ ഇതിനു മുൻപ് വലിയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നടക്കുന്നത് ആസൂത്രണം ചെയ്ത ഒരു കലാപം തന്നെയാണ്. ഇത് പറയുന്നത് ബംഗാൾ പോലീസാണ്. SDPIക്ക് പ്രധാന പങ്കെന്ന് പറയുന്നത് മറ്റാരുമല്ല, ബംഗാളിലെ മമതയുടെ പോലീസ് തന്നെയാണ്. അതായത് ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ട്രെയിനുകൾ ആക്രമിച്ച് ജനജീവിതത്തെ തന്നെ സ്വൈര്യവികാരമില്ലാതാക്കി ജനജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന, രാവിലെ അല്ലെങ്കിൽ പാതിരാത്രി വരെ കൊല്ലും കൊലയുമായി നടക്കുന്ന കുറെ ഗുണ്ടകൾ അഴിഞ്ഞാടിയിട്ടും അവിടത്തെ നിയമ സംവിധാനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന രീതിയാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പശ്ചിമ ബംഗാളിൽ ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ ബംഗാളിൽ ആളിക്കത്തുകയാണ്. വാഹനങ്ങളും ട്രെയിനുകളും എല്ലാം അഗ്നിക്കിരയാക്കുന്ന കാഴ്ച. പല സ്ഥലങ്ങളിലും സമാധാനം പാടെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മുർഷിദാബാദിൽ എങ്ങും കലാപാന്തരീക്ഷമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സേനയും പോലീസും രംഗത്തുണ്ട്. പലയിടത്തും തെരുവ് യുദ്ധത്തിന് സമാനമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ പ്രത്യേക നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കലാപഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്. ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ ബംഗ്ലാദേശി സാന്നിധ്യമെന്ന സൂചനകൾ. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ പ്രതിഷേധങ്ങളിൽ നുഴഞ്ഞു കയറി സംഘർഷമുണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. പ്രാഥമിക റിപ്പോർട്ട് പരിശോധിക്കവെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. വഖഫ് ഭേദഗതിയെ ചൊല്ലിയുള്ള ബംഗാളിലെ സംഘർഷം അണയാതെ ഇപ്പോഴും തുടരുകയാണ്. മുർഷിദാബാദിന് പിന്നാലെ 24 സൗത്ത് പർഗാനസയിലും സംഘർഷമുണ്ടായി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം 2 ഇടങ്ങളിൽ അക്രമാസക്തമായതോടെ കനത്ത ജാഗ്രതയിലാണ് പശ്ചിമ ബംഗാൾ. മുർഷിദാബാദിൽ ഇന്നലെ മുതൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് പറയുന്നത്. സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ മാൾഡ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി സംഘർഷം തുടരുന്ന മുർഷിദാബാദിൽ കേന്ദ്ര സേനയുടെ വിന്യാസത്തെ തുടർന്നാണ്
സ്ഥിതി നിയന്ത്രണ വിധേയമാകിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്നാൽ സൗത്ത് 24 പർഗാനസയിൽ ISF നടത്തിയ പ്രതിഷേധം വ്യാപക ആക്രമണത്തിന് വഴിവെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊൽക്കത്തയിലേക്ക് ഭങ്കറിൽ നിന്ന് 2000 പേർ റാലി നടത്താൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് അക്രമത്തിന് വഴിവെച്ചത്. മുർഷിദാബാദിൽ നിന്ന് പലായനം ചെയ്ത നിരവധി കുടുംബാംഗങ്ങൾ മാൽഡയിൽ ഉൾപ്പെടെ താൽക്കാലിക ക്യാമ്പുകളിൽ തുടരുകയാണ്. ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് പലായനം ചെയ്തതെന്ന് ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആൾക്കൂട്ടം വീട് ആക്രമിക്കാൻ എത്തിയതിന്റെ ഉൾപ്പെടെ നടുക്കുന്ന ഓർമ്മകളാണ് ഈ ഹിന്ദുക്കൾ പങ്കുവെക്കുന്നത്. മതത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ പാടില്ല എന്നും നിയമം കയ്യിലെടുക്കരുതെന്നും മമത പറയുന്നുണ്ട്. സംഘർഷത്തിൽ സംസ്ഥാനത്ത് TMC BJP പോരും അതിരൂക്ഷമാണ്. ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് പിന്നിൽ BJP ആണെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ശ്രമമെന്നും തൃണമൂൽ വക്താവ് കുണാൽ ഘോഷ് ആരോപിച്ചു. പോലീസ് തൃണമൂൽ പ്രവർത്തകരെ പോലെ പെരുമാറുന്നു എന്നും ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം തുടരുകയാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദ് അധികാരി പറയുന്നത്. ബംഗാളിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വഖഫ് നിയമവിരുദ്ധ സമരങ്ങൾ കേന്ദ്രം നിരീക്ഷിക്കുകയാണ്. സംഘർഷമുണ്ടായാൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ ഉടൻ അയക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. മുർഷിദാബാദിൽ ആക്രമണം പടരുന്നതിനിടെ മുൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് MPയുമായ യൂസഫ് പഠാന്റെ ഇൻസ്റ്റാ പോസ്റ്റ് വിവാദമായിരിക്കുകയാണ്. ഒരു കപ്പ് ചായ കുടിച്ച് ആസ്വദിക്കുന്ന ചിത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ആക്രമണം നടക്കുന്ന സ്ഥലങ്ങൾ പഠാന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിലും സമീപ പ്രദേശങ്ങളാണ്. 2 ദിവസം മുൻപുള്ള ചിത്രങ്ങളാണ് യൂസഫ് പഠാൻ പോസ്റ്റ് ചെയ്തത്. ഉച്ചതിരിഞ്ഞുള്ള സുഖകരമായ നേരം, നല്ല ചായ, ശാന്തമായ അന്തരീക്ഷം, ഈ നിമിഷം ആസ്വദിക്കുന്നു. ഇങ്ങനെയായിരുന്നു പഠാന്റെ കുറിപ്പ്. നാട്ടിൽ ആക്രമണം നടക്കുമ്പോഴുള്ള പഠാന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് സൃഷ്ടിച്ചത്. മുർഷിദാബാദ് കത്തുമ്പോൾ തനിക്ക് നാണമില്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത്. തൃണമൂൽ MPക്കെതിരെ ആഞ്ഞടിച്ച BJP മമത സർക്കാർ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ആരോപിച്ചിട്ടുണ്ട്. മുർഷിദാബാദിൽ ബംഗ്ലാദേശികളായുള്ളവർ നുഴഞ്ഞു കയറിക്കൊണ്ട് ആക്രമണം നടത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സേനകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും മുർഷിദാബാദ് ഒരു പാഠമാണ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ആളുകളെ അഴിച്ചു വിട്ടുകൊണ്ട് ആക്രമണം നടത്താൻ, ആ ആക്രമണം BJPക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ, അതായത് ഹിന്ദുക്കളെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആക്രമണം. ഹിന്ദുക്കൾ മുഴുവൻ മുർഷിദാബാദിൽ നിന്ന് ഓടുകയാണ്. ഇത് നേരെ മറിച്ചായിരുന്നുവെങ്കിൽ ഇവിടത്തെ മലയാള മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തിയേനെ. ഏതൊക്കെ തരത്തിലാണ് ഇവിടത്തെ മാധ്യമങ്ങൾ BJP വിരുദ്ധത പ്രകടിപ്പിക്കാനായി അല്ലെങ്കിൽ BJP വിരുദ്ധത നടപ്പിലാക്കാനായി ശ്രമങ്ങൾ നടത്തിയേനെ. എന്തായാലും മമത കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഒരാൾ ചായ കുടിച്ച് ആസ്വദിക്കുകയാണ്. ജനങ്ങൾ തമ്മിൽ തല്ലി മരിക്കുമ്പോഴും കലാപങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ചായ കുടിച്ചും കൈകെട്ടി നോക്കി നിൽക്കാൻ തോന്നുന്ന മനസ്സിന് ലേശം ഉളുപ്പില്ലേ എന്ന് ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല.